പണ്ട് കവികൾ സ്ത്രീകളുടെ മുടിയെക്കുറിച്ച് വർണ്ണിച്ച് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. കാർക്കൂന്തലും വാസനത്തൈലവും. അന്നൊക്കെ സ്ത്രീകൾക്ക് ധാരാളം മുടിയുണ്ടായിരുന്നു, നല്ല കറുത്തിരുണ്ട മുടി. അപ്പോൾ ആ മുടിക്കൊക്കെ എന്തോ ഒരു മണമാണ് കുളിച്ചൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പം ഇപ്പോൾ ബ്യൂട്ടി പാർലറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ എണ്ണ തന്നെ തേക്കാറില്ല. കാച്ചെണ്ണ ഒക്കെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ അറിയാമോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്നാൽ പിന്നെ നമുക്കൊരു കാച്ചെണ്ണ ഉണ്ടാക്കാം. 1 കിലോ നെല്ലിക്ക വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിപ്പൂ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ചെമ്പരത്തിപ്പൂ ഒരു 10 എണ്ണം നമുക്കെടുക്കാം. പിന്നെ കറ്റാർവാഴയും നമുക്ക് വീട്ടിലുണ്ട്. കറ്റാർവാഴ മുറിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. അതിലെ മഞ്ഞ ദ്രാവകം പോകണം. അതുപോലെ മുള്ളും തൊലിയും ഒക്കെ കളഞ്ഞ് അതിൻ്റെ ജെല്ല് മാത്രം എടുത്ത് വയ്ക്കുക. നെല്ലിക്ക ചെറുതായി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നീര് മാത്രം എടുത്ത് വയ്ക്കുക. കനം കുറഞ്ഞ ഒരു തുണിയിലിട്ട് അരിച്ചെടുക്കാം. ചേരുവകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കിലോ ആട്ടിയ വെളിച്ചെണ്ണയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണ കാച്ചാൻ ഒരു അടുപ്പ് തയ്യാറാക്കാം. അപ്പം ഉരുളിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഉരുളിയൊക്കെ റെഡിയാക്കി ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തി ഉരുളി ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് 1 കിലോ വെളിച്ചെണ്ണയുണ്ട്. ആ വെളിച്ചെണ്ണ നമ്മളങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ പിന്നാലെ നമ്മൾ നെല്ലിക്കയുടെ ജ്യൂസ്, കറ്റാർവാഴയുടെ ജ്യൂസ്, ഇതെല്ലാം അങ്ങനെ ഒഴിച്ചു കൊടുത്തു. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മീഡിയം തീ മതി കേട്ടോ, വല്ലാതെ കൂടുതൽ തീ വേണ്ട. അപ്പോൾ ഈ അലോവേറയും നെല്ലിക്ക ജ്യൂസും എണ്ണയും കൂടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല തിളച്ച് നല്ല പത വരും. നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്പരത്തിപ്പൂവ് ഇതളുകൾ അടർത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിപ്പൂ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ചെമ്പരത്തിപ്പൂ തന്നെ നമുക്ക് എണ്ണ കാച്ചി വേണമെങ്കിലും തേക്കാം. ഇപ്പോൾ നമുക്ക് അലോവേറയും നെല്ലിക്കയും മാത്രം വേണമെങ്കിലും ഇട്ട് ചെയ്യാം. അലോവേറ തന്നെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഇങ്ങനെ എണ്ണ കാച്ചാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഇനി ആ പതയെല്ലാം വറ്റുന്നത് വരെ, അപ്പോൾ അതിങ്ങനെ ഒരു കുമിളകളുണ്ടല്ലോ, ആ കുമിളകളെല്ലാം ശബ്ദം കേൾക്കാം. അപ്പോൾ നമുക്ക് അതെല്ലാം വറ്റുന്നത് വരെയും നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. കാരണം എണ്ണ വേറിട്ട് വരണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഈ ജ്യൂസെല്ലാം ഇതിൽ എണ്ണയിലേക്ക് അങ്ങ് യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. മറ്റേ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട സമയത്തൊരു ജ്യൂസ് പരുവത്തിലല്ലേ കിടക്കുന്ന എണ്ണയുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇത് എല്ലാം കൂടെ മൂത്ത് കഴിയുന്നുണ്ട്. എണ്ണ വേറെയും ബാക്കിയുള്ളതൊക്കെ ഇതിൽ അലിഞ്ഞ് ചേരുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില അരച്ച് ചേർക്കാം. അതുപോലെ തുളസിയില, കയ്യോന്നിയില ഒക്കെ നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. എല്ലാം മുടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ എണ്ണ ഇങ്ങനെ തിളച്ച് കുമിളകളൊക്കെ വറ്റി വരുന്നുണ്ട്. ഇത്രയും വിശദമായിട്ട് ഞാൻ കാണിക്കുന്നത് എണ്ണ കാച്ചാൻ അറിയാൻ വയ്യാത്ത കുട്ടികളൊക്കെ കാണുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത നീര് മുഴുവൻ വറ്റണം. അതായത് തിളച്ച് കഴിഞ്ഞിട്ട് ആ തിളയുടെ ആ ഒരു ശബ്ദമുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് നിന്നഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇനി അടുപ്പിൽ നിന്ന് താഴെ ഇറക്കി വെക്കാം. ഇത് പച്ചക്കർപ്പൂരം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ എണ്ണയ്ക്ക് നല്ല മണം കിട്ടും ഇത് ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഒരു 3-4 കഷ്ണം നമ്മൾ ഇതിലേക്ക് ആ ചൂടോടുകൂടി തന്നെ ഇടണം, അലിഞ്ഞ് ചേർന്നോളൂ. മണം കിട്ടുന്നത് മാത്രമല്ല, പല്ലുവേദന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഈ കർപ്പൂരം ഇടുന്നത് നല്ലതായിരിക്കും. അപ്പം എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഒരു രാത്രി ഫുള്ള് ഞാനിവിടെ വെച്ചു. ഞാൻ സന്ധ്യയ്ക്കാണ് എണ്ണ കാച്ചിയത്. അപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇത് ഇരുന്നു. വീണ്ടും നമ്മൾ അരിച്ച് തന്നെയാണ് എടുത്തത്, കക്കനൊന്നും ഇല്ലാതെ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക.